റിപ്പബ്ലിക് ഡേയുടെ പരേഡിന്റെ ഫൈനൽ റിഹേഴ്സലിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും ആ കൂട്ടത്തിലുണ്ട്. സാരി പാർട്ടിയിലാണ് ഉള്ളത്. വേറെ ഒന്നുമല്ല, വരുന്ന ഗസ്റ്റുകൾക്ക് ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുക. ഇതാണ് കേട്ടോ നമ്മളുടെ ജോലി എന്നുള്ളത്. പാർട്ടിയുടെ കാര്യം പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവള് നമ്മുടെ ഒപ്പം എണീറ്റ് വരും. നമ്മളൊക്കെ എത്ര ഒരുങ്ങിയിട്ടും കാര്യമില്ല കേട്ടോ. കൂട്ടത്തിലുള്ളവരൊക്കെ നല്ല അടിപൊളി ലുക്കുള്ള പിള്ളേരാണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് വില്ലിയും കൊടുത്ത് വന്നിട്ടുള്ളതായതുകൊണ്ട് അവർക്ക് എന്നെ മാറ്റാനും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഇത്രയും ദിവസം മഴയില്ലാഞ്ഞിട്ട് ഇതേ സാരി എടുത്തപ്പം മഴ. എനിക്കാണെങ്കിൽ കുറച്ച് ദൂരം പോകാനും. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സാരി എന്റെ അനിയത്തിയുടെയാണ് കേട്ടോ. ഞാൻ കുഞ്ഞമ്മയുടെ വേറൊരു സാരി അയക്കാൻ പറഞ്ഞാണ്. കുഞ്ഞമ്മ അയച്ച ഈ സാരിയാണ്. പക്ഷെ അയക്കാൻ പറഞ്ഞത് വേറൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ അന്ന് തുറന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കിയപ്പോ ഇതേ സാധനം അയച്ചു വെച്ച സാരി 2021 സാരി. പിന്നെ ഞാൻ ഓർത്ത റിഹേഴ്സൽ അല്ലേ, ഇത് തന്നെ ഉടുത്തണ്ട് പോവാന്ന്. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കൂട്ടത്തിലെ സുന്ദരി കുട്ടികള് ഇവരാണ് കേട്ടോ. ഞാൻ സാധാരണ എപ്പോഴും കൾച്ചറൽ പ്രോഗ്രാമിനാണ് ഉണ്ടാകാറുള്ളത്. മാമാട്ടീനെ പ്രഗ്നന്റ് ആയ ശേഷം മുതൽ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുവാണ്. മാത്രമല്ല ഇപ്പൊ അതിലേക്ക് ക്ലാസിക്കൽ ഡാൻസാണ് കൂടുതൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ക്ലാസിക്കലിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാരണ കൾച്ചറിന് വിളിച്ചു കഴിഞ്ഞാൽ അൺവില്ലിങ് കൊടുക്കാറാണ് പതിവ്. മാത്രമല്ല മാമാട്ടിയുടെ പാലുകൂടി ഈയിടെ ആയിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഡോഗ് സ്ക്വാഡ് അത് എല്ലാ വർഷത്തെയും പോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. വലിയ വലിയ സീനിയേഴ്സിനൊക്കെ കിട്ടുന്ന സല്യൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഡോഗ് സ്ക്വാഡിന്റെ അടുത്ത് നിന്ന് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളാണ് കേട്ടോ ഗസ്റ്റിന് പകരം ഇരുന്നിട്ടുണ്ടായിരുന്നത്.